എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഒരു തകർപ്പൻ വാർത്ത വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ അതിർത്തി സൈന്യം പാകിസ്ഥാന്റെ ഒരു വിമാനം പിടിച്ചെടുത്തിരിക്കുകയാണ്. അത് വലിയൊരു കോലാഹലത്തിനും യുദ്ധം വീണ്ടും തുടങ്ങാനുള്ള ഒരു വഴിവെക്കലിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു വളരെ ട്വിസ്റ്റുള്ള സംഭവമാണ് നടന്നത്. അതായത് ഇത് പാകിസ്ഥാന്റെ ഒരു വിമാനം അതിർത്തി കടന്ന്, നീ ചാരപ്രവർത്തനത്തിനാണോ എന്താണെന്നറിയില്ല, അതിർത്തി കടന്ന് ഇന്ത്യയുടെ അകത്തേക്ക് വന്ന് അതിന്റെ എന്തോ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താന്ന് ഇപ്പൊ അത് പുറത്തു വന്നിട്ടില്ല. ആ സമയത്താണ് ഇന്ത്യത്തെ അതിർത്തി സൈന്യവും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് സൈന്യം ഉണ്ട് അവിടെ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റക്കാരനൊക്കെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ അവരൊക്കെ കൂടിയിട്ടാണ് ഈ സംഭവം കണ്ടത്. അങ്ങനെ കണ്ടപ്പോ എന്താണെന്ന് എന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന്റെ വിമാനമാണ്. ഉടനെ തന്നെ അത് ലാൻഡ് ചെയ്യിക്കുകയും അതോടൊപ്പം തന്നെ അത് പോയി അറസ്റ്റ് ചെയ്ത് ആ വിമാനം ഇപ്പോ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് വലിയൊരു അടി മാറിയിരിക്കുകയാണിത്. കാരണം നമുക്ക് ഓർമ്മയുണ്ട്, പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്ന് നടന്നു വന്ന് 2 മണിക്കൂർ സിനിമ ഷൂട്ടിംഗ് പോലെ ഈ പഹൽഗാമില് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് ഹിന്ദുക്കൾ ഇങ്ങോട്ട് മാറി നിൽക്ക്, മുസ്ലിം മാറി നിൽക്ക്, ടൗസർ ഊരി കാണിക്ക്, അള്ളാഹു അക്ബർ എന്ന് പറയും, യാസീൻ ജെല്ല് എന്നൊക്കെ പറഞ്ഞ് 26 ഹിന്ദുക്കളെ വെടിച്ചു പോകുന്നല്ലോ. ആ ഒരു സംഭവത്തിന് ശേഷം പ്രതികാര ജ്വാലായിട്ടുള്ള മോദി അമിത്ഷാ രാജ്യസ്നേഹം മൂത്ത് ഉടനെ തന്നെ ഞങ്ങൾക്കൊരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം കിട്ടില്ല, ഞങ്ങൾ ഘർമേ ഘുസ്കേ മാറും എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറി അടിക്കും നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ മുഴക്കി അവിടെ പോയി പാകിസ്ഥാനില് യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ പോയിട്ട് യുദ്ധം ചെയ്ത് കളഞ്ഞു. അങ്ങനെ പാകിസ്ഥാൻ അന്ന് പാഠം പഠിച്ചു. അതിമാരകമായ ആക്രമണമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ 21 വിമാനങ്ങൾ തകർന്ന് തരിപ്പണമായി. അങ്ങനെ പാകിസ്ഥാൻ വെള്ളം കുടിച്ചപ്പോ നിങ്ങൾക്ക് മതിയായില്ലടാ എന്ന് ചോദിച്ചപ്പോ മതിയായേ എന്ന് പറഞ്ഞപ്പോ നേരെ യുദ്ധം നിർത്തി. യുദ്ധം നിർത്തിയതിന് ശേഷം ട്രംപിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് രാജ്യമല്ല പാകിസ്ഥാൻ, അവരുടെ ഞങ്ങള് കാട്ടാന കരിമ്പിൻ തോട്ടത്തിൽ കയറി പോലെ ആക്കി വിട്ടിട്ടുണ്ട്, പോയി കണ്ടോന്ന് പറഞ്ഞ് ട്രംപിനോട്. ട്രംപ് ഭയന്ന് കുറച്ച് എന്താ സംഭവം എന്ന് അന്വേഷിക്കുമ്പോ പാകിസ്ഥാന്റെ നട്ടും ബോൾട്ടൊക്കെ ഊരി നട്ടല് പൊട്ടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ യുദ്ധമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് മോദിജിക്ക് മാത്രം. കാരണം ഇന്ത്യൻ സൈന്യമല്ല യുദ്ധം ചെയ്തത്, മോദിജിയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മോദിജി ഈ സൈന്യത്തിന്റെ വേഷം കെട്ടി സല്യൂട്ട് അടിച്ച് വലിയ വലിയ പോസ്റ്ററും പ്ലക്കാർഡൊക്കെ വെച്ച് എല്ലാ സ്ഥലത്തും വെച്ച് ഇങ്ങനെ കളിച്ചിരുന്നത്. കാരണം മോദിജിയുടെ ഒരു ആത്മവിശ്വാസത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും കാരണം മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി മുന്നോട്ട് നയിക്കാൻ തന്നെ പറ്റിയത്. എന്ന് മാത്രമല്ല, അന്ന് അടികിട്ടി കണ്ണിന്ന് പൊന്നിച്ച പറയാ പാകിസ്ഥാന്റെ ഭരണാധികാരികൾ അസീം മുനീറും പ്രൈം മിനിസ്റ്ററും ഷഹബാസ് ഖാനോ അങ്ങനെ എന്തോ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അവര് കൈകൂപ്പി വന്ന് മോദിജിയുടെ കാൽക്കൽ വീണ്ട് ഞങ്ങൾ ഇനി ഒരു തരത്തിലും ഇന്ത്യനെ ആക്രമിക്കില്ല, ഞങ്ങൾ ഉറപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മോദിജി ഈ ഒരു യുദ്ധം നിർത്തിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. ഏതുവരെ പാകിസ്ഥാൻ മുഴുവൻ പിടിച്ചടക്കി അഖണ്ഡ ഭാരത് സൃഷ്ടിച്ച് POK വരെ പിടിച്ചെടുക്കുന്നത് വരെ യുദ്ധം നടക്കുമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് അസീം മുനീറും പ്രൈം മിനിസ്റ്ററും കാൽക്കൽ വീട് മാപ്പ് പറഞ്ഞു, ഇനി ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പോ പാകിസ്ഥാന്റെ രണ്ടാമത്തെ തെറ്റ്. അവരുടെ ഒരു വിമാനം അതിർത്തി കടത്തി വിട്ടിരിക്കുകയാണ് ചാരപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. അവരുടെ ധൈര്യം ചില്ലറയല്ല. എന്തായാലും വിമാനം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി അത് തിരിച്ചു കൊടുക്കില്ല, അത് ഉറപ്പാണല്ലോ, കൊടുക്കൂലല്ലോ. കാരണം ഒരു യുദ്ധത്തിൽ പിടിച്ചെടുത്ത സാധനമാണല്ലോ, യുദ്ധ മുതൽ എന്ന് പറയും. യുദ്ധത്തിൽ എടുത്ത സാധനം യുദ്ധം മുതലാണ്, പിന്നെ അത് ആരോ പിടിച്ചെടുത്ത അവർക്കുള്ളതാണ്. അങ്ങനെ അത് കിട്ടിയിരിക്കുകയാണ്. ഏതായാലും യുദ്ധ വിമാനം പിടിച്ചെടുക്കുന്ന രംഗം
ഭയങ്കര വൈറലാണ്. അത് നമുക്ക് ആദ്യം കാണുക. PIA എന്ന് പറഞ്ഞാലേ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ്. കണ്ടോ പോലീസിന്റെ സ്റ്റേഷനുകളിലെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാണ് ആ ഒരു വിമാനത്തിനെ. നിങ്ങൾ കണ്ടല്ലോ, ഒന്നുകൂടെ കൊണ്ടൊക്കെ ഇതല്ല ഇതാണല്ലേ PIA എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ്. ഈ സാധനമാണ് അതിർത്തി കടന്ന് പറന്നു വന്നിട്ടുള്ളത്. അതിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ സർവ്വ ഗവേഷണങ്ങളും ഒക്കെ നടക്കും. ഇതാണല്ലോ പോലീസിന്റെ വണ്ടി. ഇതൊന്നും സിനിമ ഷൂട്ടിംഗ് അല്ല, ഇത് കൃത്യമായിട്ടുള്ള പോലീസ് വണ്ടിയാണ്, പോലീസ് സ്റ്റേഷനാണ്, പോലീസുകാരാണ്. ആ വിമാനം പാകിസ്ഥാന്റെ വിമാനവുമാണ്. അപ്പോ മനസ്സിലായല്ലോ, ഇത് വ്യാജ ന്യൂസൊന്നല്ല. അങ്ങനെ ഈ ഒരു വിമാനത്തിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിലിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ വിമാനം. അപ്പോ ഇനി ആ വിമാനത്തിന്റെ ഗവേഷണം ചെയ്യാനും അത് പിന്നെ ഫോറൻസിക് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കും. എന്നതിന് ശേഷം NIA പുറപ്പെടും. പിന്നെ അമിത്ഷാ മോദി പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം ചേർന്ന് ഇന്ത്യൻ അതിർത്തിയിൽ പോയിട്ട് ഇത് എങ്ങനെ ഇത് സംഭവിച്ചു, പാകിസ്ഥാൻ ഈ ധൈര്യം എവിടുന്ന് കിട്ടി ഇത്രയും വലിയൊരു വിമാനം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടത്തിവിടാൻ എന്നും പറഞ്ഞ് അന്വേഷിക്കും. അന്വേഷിച്ചതിന് ശേഷം ഇതിന്റെ പിന്നിലുള്ള ബന്ധം, ഇസ്ലാമിക രാഷ്ട്ര ബന്ധം, ഇന്ത്യക്കകത്തുള്ള രാജ്യസ്നേഹികളല്ലാത്ത രാജ്യദ്രോഹികളെ മുസ്ലിങ്ങളെ ചങ്ങലക്കെട്ട് പൂട്ടാനും അതേപോലെ തന്നെ 2047 ഇസ്ലാമിക ഭീകര രാജ്യം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും പിടിച്ച് അകത്താക്കിക്കൊണ്ട് ഒരു സുന്ദര സുമുഖ ഇന്ത്യ എന്ന രാജ്യം കെട്ടിപ്പടുക്കും. അതിന്റെ പേരാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയും. അതിൽ മോദി അമിത്ഷാ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ഈ പാകിസ്ഥാന്റെ യുദ്ധവിമാനം പിടിച്ചെടുത്തു എന്ന് പറയുന്ന നാടകവും അതിന്റെ വാർത്തയും. ഈ വക നാടകമൊക്കെ, ഈ വക വാർത്തയൊക്കെ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയും ഉണ്ടാവുമോ? കാരണം എന്താണ്, ഇന്ത്യയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇതിന് മുമ്പേ ഇതിപ്പോ വിമാനം പിടിച്ചെടുത്ത് ഇത്രയും വലിയ വിമാനം. ഇതിന് മുമ്പ് പ്രാവിനെ പിടിച്ചിരുന്നു, പ്രാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരു കോവിഡിന് മുമ്പ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു പ്രാവ്, അത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് വന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രത്യേക ടെക്നോളജി ഒക്കെ ഇന്ത്യയിലുണ്ടല്ലോ. അങ്ങനെ ഈ പ്രാവിന്റെ കണ്ണ് തുറിച്ചിട്ടല്ലേ, അത് പാകിസ്ഥാൻ പ്രാവ് അങ്ങനെ കണ്ണ് തുറിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആ പ്രാവിനെ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാന്റെ ചാരപ്രവർത്തനത്തിന് വേണ്ടി അയച്ചെന്ന് പറഞ്ഞാൽ ജയിലിലിട്ടിരിക്കുകയാണ്. പ്രാവിനുള്ള ജയിൽ, ഇത് സ്പെഷ്യൽ ജയിലാണിത്. അങ്ങനെ പോലീസുകാര് പിന്നെ ആ പ്രാവിനെ വിട്ടുകൊടുത്തില്ല. ഇപ്പോഴും ജയിലിൽ കിടക്കുന്നതാ തോന്നുന്നത്. കാരണം വിചാരണ തടവുകാരനായിട്ട് വിചാരണ തുടങ്ങിയിട്ടില്ല. പാകിസ്ഥാനിൽ കുറെ ചോദിച്ചു, ഞങ്ങളുടെ പ്രാവിനെ തിരിച്ചു വേണം, മര്യാദക്ക് തന്നോ എന്നൊക്കെ പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് എന്താ ശരിയാവില്ല, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറഞ്ഞ അങ്ങനെ ജയിലിലിട്ടിരിക്കുകയാണ്. അതാണ് ഈ പ്രാവ്. പിന്നെ അതുപോലെ തന്നെ ചൈനയിൽ നിന്നൊരു പ്രാവ് വന്നിരുന്നത് പോലെ തന്നെ ഇതാണല്ലേ, ഇതാ വാർത്തയാണ്. ഇത് ആരാ റിപ്പോർട്ട് ചെയ്തറിയോ? റഷ്യ ടുഡേയിൽ വന്ന റിപ്പോർട്ടാണ്. അതായത് പ്രാവിനെ ചൈനയിൽ നിന്ന് വന്നു എന്നുള്ള ഒരു സംശയത്തില് ചാരപ്രവർത്തനം നടത്താൻ വേണ്ടി, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഈ പ്രാവാണ് വന്നത്. കണ്ടാൽ തന്നെ ഒരു ചൈനീസ് ലുക്ക് ഉണ്ട്. അതിന്റെ കണ്ണൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കുന്നത് ചൈന എന്നുള്ളത്. അപ്പോ അങ്ങനെ എന്താ സസ്പെക്റ്റഡ്, സംശയാസ്പദമായ രീതിയിൽ ഒരു ചാരനെ പിടിച്ചിരിക്കുകയാണ് ചൈന എന്നുള്ള. അപ്പോ റിലീസ് ബൈ ഇന്ത്യൻ ഓഫീഷ്യൽ 8 മാസം തടവിലിട്ട് ഈ പ്രാവിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടാണ് വെറുതെ വിട്ടത്. അല്ലേ, 8 മാസം ആ പ്രാവ് ജയിലിൽ കിടന്നു. അതിനുശേഷം വിട്ടു. അത് ചൈനയിലേക്ക് തിരിച്ചു പോയി. ചൈനയിലേക്ക് തിരിച്ചു പോയിട്ട് പിന്നെ അവിടെ എന്തോ ഒരു അവാർഡൊക്കെ ഉണ്ട്. ചൈനയിൽ വലിയൊരു അവാർഡ് കൊടുക്കും. അതായത് ശത്രു രാജ്യത്തിന് രക്ഷപ്പെട്ടു വന്നവർക്ക്. അതായത് അതിന്റെ പേര് ക്സിങ് പിങ് ടുങ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് ഉണ്ട്. ആ അവാർഡ് അതിന് കൊടുത്ത്, അവിടുത്തെ ഏറ്റവും വലിയ ധീരതയ്ക്കുള്ള അവാർഡാണ്. ആ അവാർഡ് പ്രാവിന് കൊടുത്ത് പ്രാവ് ഇപ്പൊ റിട്ടയർ ആയിട്ട് അവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങള് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ലല്ലേ? ഇതാ സംശയം ഉണ്ടെങ്കിൽ ഒരുപാട് ഇന്ത്യ ടുഡേയിലും അവിടെ ഇവിടെ ഒക്കെ എല്ലാ സ്ഥലത്തും വന്ന വാർത്തയാണ്. ചൈനയിൽ നിന്നുള്ള പ്രാവിനെയും വെറുതെ വിട്ടു,
പക്ഷെ പാകിസ്ഥാന്റെ പ്രാവിനെ വെറുതെ ഉള്ളു, കാരണം മുസ്ലിമാണ്. ആ പ്രാവ് മുസ്ലിമാണ്. ഈ പ്രാവ് മതമുണ്ടോ ഇല്ലേ ബുദ്ധിനാണോ എന്താ അറിയില്ല, അതിന് വെറുതെ വിട്ടുണ്ട്. അപ്പോ അവിടെ മൂക്കിൽ പല്ല് മുളക്കണം. പാകിസ്ഥാന്റെ പ്രാവിന് മൂക്കിൽ പല്ല് മുളക്കണം, അപ്പോഴേ വീടുള്ളൂ. വടി കുത്തി ഇറങ്ങി വരാനോ. പിന്നെ ഈ വക നാടകങ്ങൾ നടക്കുക ഏത് രാജ്യത്തും നിങ്ങൾക്ക് അറിയാലോ. അത് പറഞ്ഞൊരു അതിന് മുമ്പ് ഇവിടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ. ഏത് വിമാനം പിടിച്ചെടുത്തില്ലേ, പാകിസ്ഥാന്റെ വിമാനം, അതിനെ കുറിച്ച് ഇവിടെ അഭിപ്രായം പറയാണ്. ഒരാൾ പറയാണ്, ദേ ആർ സോ വാച്ച്ഫുൾ ഓഫ് ഈവൻ എ ബലൂൺ ബട്ട് ദേ പർപ്പസ്ഫുള്ളി disregarded the perpetrators of Pahalgam assault. It explains who were the Pahalgam attacks. അതായത് പറഞ്ഞു വെച്ചാല് PIA പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് പറഞ്ഞ് എഴുതിയൊരു ബലൂണ് വരെ ഇന്ത്യയിലേക്ക് വന്ന അതുവരെ പിടിച്ചു അന്വേഷണം നടത്തും. പക്ഷെ 4 തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് നടന്നു വന്ന് 2 മണിക്കൂർ സിനിമ ഷൂട്ടിംഗ് പോലെ ഹിന്ദുക്കളിലൊക്കെ തെരഞ്ഞു പിടിച്ച് ടൗസർ ഊരി തെമ്പുണ്ടോ നോക്കി വെടിച്ചു കൊന്നപ്പോ അത് പിടിക്കാൻ പറ്റൂല. അത് പിടിക്കാൻ പറ്റിയില്ല. പ്രാവും പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബലൂണൊക്കെ വന്ന പെട്ടെന്ന് പിടിക്കും. അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ പഹൽഗാം ആരാ ചെയ്തത് എന്നാണ് ഈ പോസ്റ്റ് ഇട്ടാൾ ചോദിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. തലക്കകത്ത് ഇത്രയെങ്കിലും ബുദ്ധി പ്രധാനം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം പഹൽഗാം നടത്തിയത് ഈ സംഘി ഭീകരന്മാരുടെ വാപ്പമാരായിട്ടുള്ള മോദിജി തന്നെയാണ് എന്നുള്ള കാര്യം. പിന്നെ ഒരാൾ പറയാണ്, പിന്നെ വി ഡിമാൻഡ് ദാറ്റ് അവർ PIA പ്ലെയിൻ ബി റിട്ടേൺ സേഫ്ലി എന്ന് പരിഹസിച്ചുകൊണ്ട് പറയണം. ഇപ്പൊ സീരിയസ് ആയിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. അതായത് ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കണേ, പാകിസ്ഥാനിൽ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ എഴുതിയതാണ്. എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഇന്ത്യൻ ജനങ്ങൾ പരിഹാസ്യ പാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാതി വാർത്തകൾ കാരണം. അപ്പോ പാകിസ്ഥാനത്തെ ഒരാൾ പറയാണ്, ഞങ്ങളുടെ വിമാനം എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം എന്ന് പറയാണ്. എല്ലാവർക്കും അറിയാം, അത് തമാശക്ക് പറഞ്ഞതാണ്, പരിഹസിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അറിയാം. പക്ഷെ സംഘി ഭീകരന്മാർക്ക് അറിയില്ല, ഗോദി മീഡിയക്ക് അറിയില്ല. അവർ ഈ ഒരു കൊമന്റ്സ് എടുത്തിട്ട് കണ്ടോ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ അതൊരു ചാരന്മാരുടെ വിമാനമായിരുന്നു, അതുകൊണ്ടാണല്ലോ തിരിച്ചു ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ തിരിച്ചു ചോദിക്കോ എന്ന് ചോദിച്ചൊരു വാർത്ത ഉണ്ടാക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിരീശ്വരവാദികളുടെ ഒരു ചർച്ച നടക്കുമ്പോഴേ എന്തോ ഒരു ചർച്ച നടക്കുമ്പോ ലൈവിലെ തോന്നുന്നുണ്ട്. അപ്പൊ ഒരു കൊമന്റ്സ് വന്നിരിക്കുകയാണ്, നിന്നെ ഞാൻ കൊല്ലും അന്ത്രോമാൻ എന്ന് പറഞ്ഞിട്ട്. ഇത് നിരീശ്വരവാദികളെ കൊല്ലും എന്നിട്ട് പേര് അന്ത്രോമാൻ. അത് വന്ന ഉടനെ തന്നെ ആ കൊമന്റ്സ് കണ്ടാൽ തന്നെ അറിയാം ആ നാറികളെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാതെ അതേ ചർച്ചയില് ലൈവ് ചർച്ചയിൽ വിളിച്ചു പറയാണ്, കണ്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വധഭീഷണി ഉണ്ട്, ഇതാണല്ലേ അന്ത്രോമാൻ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി വധഭീഷണി മുഴക്കിയിരിക്കും എന്ന് കാണിച്ചു കൊടുത്ത ആ പൊട്ടന്മാരെ ടീം ഉണ്ടല്ലോ. അതേപോലത്തെ സംഭവം എവിടെയും സംഭവിച്ചിട്ടുണ്ട്. ആ പ്രാവിനെ തിരിച്ചു വേണം എന്ന് പറഞ്ഞപ്പോഴേ, ഇത് മുമ്പ് വന്ന പ്രാവിനെ തിരിച്ചു വേണം പറഞ്ഞപ്പോ അന്നും ഇതുപോലത്തെ വാർത്ത ഈ ഗോതിമീഡ് ഉണ്ടാക്കി. കണ്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ പ്രാവ് ചാരന്റെ പാകിസ്ഥാൻ ചാരനാണെന്ന്, അല്ലെങ്കിൽ പാകിസ്ഥാനെ തിരിച്ചു ചോദിക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത, ആരോട്ടൊരു പോസ്റ്റാണ്. അപ്പോ ഇങ്ങനത്തെ സർക്കസ് കളി കാരണം ഇന്ത്യൻ ജനങ്ങളും ഇന്ത്യയൊക്കെ ഇപ്പോ ഭൂപടത്തിലൊക്കെ നാറിയിരിക്കുകയാണ്. പരിഹാസ്യപാത്രം കണ്ട ചിരിക്കുകയാണ് ആൾക്കാര്, പിന്നെ വെറുക്കുക. ഈ 2 സംഗതികളാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദൈവത്തിന് വരെ ചികിത്സ നടത്തുന്ന ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ആദ്യം കുറെ എന്തൊക്കെയോ രൂപങ്ങൾ ഉണ്ടാക്കിയിടുക, ദൈവാന്നും പറഞ്ഞിട്ട് പല പല രൂപങ്ങളും. എന്താണോ മനസ്സിൽ വരുന്ന ആ രൂപം ഒരു കല്ലുമ കൊത്തും. മുമ്പ് കല്ലുമ കൊത്തിയിരുന്ന് ഇപ്പൊ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലാസ്റ്റിക് അതിമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ഒരു സാധനം വെക്കും, എന്നിട്ട് ദൈവമായി അത് പൂജിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ഇതിൽ ജനങ്ങളൊക്കെ മാറാൻ പറയും. എന്തിനാ മാറണത്? ഡോക്ടർ ഒന്ന് പരിശോധിക്കട്ടെ. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ തൊടുമ്പോ വല്ല രോഗം പകർന്നെങ്കിലോ ഈ ജനങ്ങളുടെ മേലിന്. അപ്പൊ എല്ലാ ആഴ്ചയും പരിശോധന നടത്താനെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഒന്ന് പരിശോധിക്കുകയാണ്, MBBS ഡോക്ടർ. ആ ഡോക്ടർ തലക്കകത്ത് എന്താണ്? ആ ദൈവമായിട്ട് ആ പ്രതിമയുടെ തലയുടെ ഉള്ളിലൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. ഈ ഡോക്ടർ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇങ്ങനത്തെ രാജ്യത്ത് ഇങ്ങനത്തെ പല കോമാളിക്കളികളും നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ 2 സന്യാസിമാർ പോകുന്നത് അമ്പലത്തിലേക്കല്ല, ഇവര് പോകുന്നത് പാർലമെന്റിലേക്ക്. ക്ഷേത്രത്തിൽ പോകുന്നതല്ല, 2 MP മാരാണിത്. ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള വരവാണ്. സന്യാസിമാർ പാർലമെന്റിലേക്ക്, ബുദ്ധിജീവികള് വിദ്യാഭ്യാസമുള്ളവർ അമ്പലത്തിലേക്ക്. ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഇന്ത്യയിൽ.
ബുദ്ധിയുള്ളവര് അമ്പലത്തിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലുള്ള സന്യാസിമാര് ഫുള്ള് പാർലമെന്റിലും ഹോട്ടലിലും തരുണിമണികളുടെ കൂടെയും കള്ളിന്റെ കൂടെ കയറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് സുഖിച്ചിട്ട്. അങ്ങനെ തലകുത്തി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോ. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇന്ത്യ പരിഹാസ്യപാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു BJP നേതാവിന്റെ തലക്കകത്തുള്ള ബുദ്ധി നിങ്ങളുടെ തലക്കകത്തൊന്നും ഉണ്ടാവില്ല. അത്ര മാരകമായ ബുദ്ധിയാണ്. പുലികൾ നാട്ടിലിറങ്ങാതിരിക്കാൻ 1 കോടി രൂപയുടെ ആളുകളെ കാട്ടിലേക്ക് വിടണം. കണ്ടില്ലേ, മഹാരാഷ്ട്ര വനം മന്ത്രി. ആഹാഹാ, ഇയാളുടെ ബുദ്ധി. വെയിൽ കൊള്ളിക്കരുത്, വെയില്. പുലി നാട്ടിലേക്ക് ഇരിക്കാനുള്ള ഒരു നല്ല അടവ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് 1 കോടി രൂപയുടെ? അതെന്താണ് 1 കോടി രൂപയുടെ? സംഗതി മനസ്സിലായോ? മൂപ്പർക്ക് 1 കോടിയുടെ ആവശ്യമുണ്ട്. അപ്പോ ഞാൻ കുറെ ആളുകളെ കാട്ടിലേക്ക് വിട്ടു എന്നും പറഞ്ഞിട്ട് 1 കോടി അകത്താക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ കാട്ടിൽ പോയിട്ട് ആരും ഇപ്പോ ആടിനെ എണ്ണാൻ പോകില്ലല്ലോ. എത്ര ആടിനെ വിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും പോകില്ലല്ലോ. അപ്പൊ അതാണ് ഈ 1 കോടി. മൂപ്പർക്ക് ഇപ്പൊ തൽക്കാലം മൂപ്പരുടെ കുറച്ച് അഴിഞ്ഞാട്ടത്തിന് വേണ്ടി 1 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അതിന് കൊണ്ടുവന്ന ബുദ്ധികൾ, ഈ ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ടാവോ? ഇല്ല. മാത്രല്ല, പുലി ആടിനകത്തുനിന്ന് വയർ നിറഞ്ഞു പിന്നെ നാട്ടിലേക്ക് ഇറങ്ങൂലല്ലോ. ആഹാഹാ, നല്ല സയന്റിഫിക് ടെക്നോളജിയാണ് ഇയാളുടെ തല. സയന്റിഫിക് ടമ്പർ ഇഷ്ടം പോലെ. അപ്പോ ചുരുക്കി പറഞ്ഞപ്പോ എന്താ അറിയോ? ഇതല്ലേ പാകിസ്ഥാനി ഗ്രാമീണർ പറഞ്ഞത്ര പിന്നെ ഇന്ത്യനോട് ഞങ്ങളുടെ ആ ചാര പ്രാവിനെ തിരിച്ചു തരുക എന്ന് പറഞ്ഞത്രേ. അതൊരു വാർത്തയാണ്. ഗോതിമീഡിയയിൽ ഒരു വലിയ ഹെഡിങ് ആയിട്ട് വന്ന വാർത്തയാണ്. സത്യത്തിൽ എന്താ സംഭവം? ആരോ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് വാർത്ത. അപ്പൊ ബുദ്ധി ഇല്ലാത്തവർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ബുദ്ധിയുടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അതാണ് ഇതൊക്കെ. ഈ വക ഫുള്ള് പൊറാട്ട് നാടകം. ഒരു ബലൂൺ വരുന്നു, പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് പറഞ്ഞ ഏതോ കച്ചവടക്കാരെന്തെങ്കിലും എഴുതിണ്ടാവുകയും അവർക്ക് അറിയില്ലല്ലോ ഇപ്പൊ PI പറഞ്ഞെന്താണെന്നൊന്നും. അത് വന്നപ്പോഴേക്കിനും അറസ്റ്റ് ചെയ്യാണ് കുറെ പോലീസിൽ പോയിട്ട്. എന്നിട്ട് കൊണ്ടുവരണം, ഭവ്യതയോടുകൂടി കൊണ്ടുവരാണ് എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്, ജയിലിടാന് ബലൂണിനെ. ലോകത്തെ എവിടെയെങ്കിലും നിങ്ങൾ കേൾക്കുന്നത് ഇല്ല. ദിസ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. മോദി ഹെ തോ മുംകിൻ ഹെ. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഇത്രയും വലിയൊരു ട്വിസ്റ്റുള്ള ഒരു വാർത്ത. പാകിസ്ഥാന്റെ വിമാനം, ചാര വിമാനത്തിനെ പുല്ലുപോലെ ഇന്ത്യൻ സൈനികരും പോലീസും പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ജീവിതത്തിൽ പാകിസ്ഥാൻ അവിടുന്ന് 1 വിമാനത്തിന് അയക്കില്ല എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.